ബി ജെ പിയുടെ കാര്യം പറയുന്നില്ല. എന്താണ് പ്രതിപക്ഷം മുക്കിന് മണിക്കൂറോളം പറഞ്ഞുകൊണ്ടിരുന്നത്? ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടത്രേ, വിവാദങ്ങളും ആരോപണങ്ങളുമൊക്കെ പിണറായി സർക്കാരിനെ പിടിച്ചുലയ്ക്കുകയാണത്രേ, എല്ലാം എതിരാണത്രേ. എന്നിട്ടും ഇതാ ചേലക്കര ചെങ്കോട്ടയിൽ നിർത്താൻ കഴിഞ്ഞത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. കെ രാധാകൃഷ്ണൻ എം പി എന്ന ജനകീയ നേതാവിനെ പാർലമെന്റിലേക്ക് കൈപിടിച്ചയച്ചപ്പോൾ മുതൽ ചേലക്കര നിലനിർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം, അത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. രാധാകൃഷ്ണനോളം തന്നെ ജനകീയനായ UR പ്രദീപിനെ കളത്തിലിറക്കി സി പി എം നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ചേലക്കരയിലെ വിജയം. ചേലക്കരയുടെ ഇന്നത്തെ മുത്തായ കെ രാധാകൃഷ്ണൻ തന്റെ ബാറ്റൻ പ്രദീപിന് സുരക്ഷിതമായി അങ്ങനെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ചേലക്കര സി പി എമ്മിന് ഒരു പാഠമാണ് എങ്ങനെ കൃത്യമായി മുന്നേറ്റം നടത്തിയാൽ ജയിക്കാമെന്നത്. മൂന്നിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ശ്രദ്ധ മുഴുവൻ ചേലക്കര തന്നെയായിരുന്നു, ഒരു സംശയം വേണ്ട. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് രാഷ്ട്രീയ കളിക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ വയനാട്ടിലെ മത്സരത്തിൽ സി പി എം പങ്കാളിത്തം ചേർന്നത് മാത്രമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ചേലക്കരയിൽ വന്ന് പ്രകടനത്തിന് നേതൃത്വം നൽകി. 7 പഞ്ചായത്തിലും മുഖ്യമന്ത്രി സംസാരിച്ചു. ഒപ്പം കെ രാധാകൃഷ്ണൻ എന്ന ചേലക്കരയുടെ മുത്ത് പ്രചരണത്തിന്റെ എല്ലാ ചുമതലയും വഹിച്ചതുണ്ടായിരുന്നു. അവസാന ദിവസം പ്രദീപിന് വോട്ട് ചെയ്യണം, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പ്രദീപിന് വോട്ട് ചെയ്യണമെന്ന് ചേലക്കരയുടെ സ്വന്തം രാധാകൃഷ്ണന്റെ വാക്കുകൂടിയായപ്പോൾ അവിടെ ചുവന്ന കൊടി വീണ്ടും ഉയർന്നു പൊങ്ങി. ചേലക്കരയിലെ മിന്നുന്ന വിജയത്തോടെ സോഷ്യൽ മീഡിയയിലെ ഇടത് ഹാൻഡിലുകളെല്ലാം ഇപ്പോൾ ഉണർന്നു തുടങ്ങിയിരിക്കുകയാണ്. മൂന്നാം തവണയും ഇടത് ഭരണം എന്ന പ്രചാരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ അടിപറ്റിയിരിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പക്ഷേ ഇപ്പോൾ എല്ലാ ഹാൻഡിലുകളും ഉണർന്നു. പാലക്കാട് വോട്ട് ശതമാനത്തിൽ വർധനവ് കൂട്ടി 3ാം വട്ടവും സി പി എം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാനാണ് ഇപ്പോഴത്തെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ നാണക്കേടിൽ നിന്ന് ഉണർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമായി ചേലക്കരയിലെ ഈ വൻ വിജയത്തെ മാറ്റാനാണ് സി പി എം നേതൃത്വത്തിന്റെ നിലപാട്, തീരുമാനം. എന്തായാലും സി പി എമ്മിന് നാണം കെടേണ്ടി വന്നില്ല. പാലക്കാട് സി പി എം ഒരു രാഷ്ട്രീയ സമാശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഡോക്ടർ പി സരിന് അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം കൊടുത്തത്. അതിൽ യാതൊരു തെറ്റും സി പി എം കാണുന്നില്ല. കാരണം സരിൻ കോൺഗ്രസിന്റെ ദുഷ്ചെയ്തികളിൽ മനമെടുത്ത് സി പി എമ്മിലേക്ക് വന്നത് തന്നെയാണ്. വന്നപാടെ പാർട്ടി മെമ്പർഷിപ്പ് നൽകുന്നതിന് പകരം ആദ്യം LDF ചെയ്തത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, പാർട്ടി അംഗീകാരമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ടെലസ്കോപ്പ് ചിഹ്നത്തിൽ അവിടെ മത്സരിപ്പിച്ചു. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലല്ല മത്സരിച്ചത്. എങ്കിലും സി പി എമ്മിന്റെ മുഴുവൻ മെഷീനറിയും മുതിർന്ന മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ അടക്കം, മന്ത്രി MP രാജേഷ് അടക്കം ഒക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ എത്തി പ്രചരണം നടത്തി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുവന്ന ആ മുതിർന്ന യുവ നേതാവിന് ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്, പാർട്ടി തഴഞ്ഞു എന്നൊരു തോന്നലുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഒരു അണുവിട പോലും തെറ്റാതെ എല്ലാം കൊണ്ട് കൃത്യമായി സംഘടന പിഴവൊന്നുമില്ലാതെ തന്നെയാണ് ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും പ്രചരണം മുന്നോട്ട് പോയതും. പക്ഷെ അവിടെ SDP-യും ജമാഅത്ത് ഇസ്ലാമിയും അവർ കാലുവാരിയതല്ല, അവർ BJP-ക്കെതിരെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിലും CPM സ്ഥാനത്ത് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് BJP-ക്ക് ഒപ്പം നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് മാങ്കൂട്ടത്തിന്റെ ആ കനത്ത ഭൂരിപക്ഷം തെളിയിക്കുന്നത്. അത് തന്നെയാണ് SDPI പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടൻ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ പിന്തുണ വീണ്ടും വീണ്ടും അറിയിച്ചതും പരസ്യമായി. ഇതൊന്നും ഇനി കോൺഗ്രസിന് മറച്ചു വയ്ക്കാനാകില്ല. BJP വോട്ടുകൾ, RSS വോട്ടുകൾ, വർഗീയ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ, SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രത്യേകിച്ച് വോട്ടുകൾ, ഇതെല്ലാം വാങ്ങിക്കൂട്ടിയാണ് ഷാഫി പറമ്പലിന്റെയും VT ബൽറാമിന്റെയൊക്കെ അനുഗ്രഹത്തോടെ സതീശൻ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വിജയിപ്പിച്ച് കയറ്റിയത്. അതിൽ CPM-ന് ഒരു പതർച്ചയുമില്ല, ഒരു ഭയവുമില്ല. കാരണം പാലക്കാട് 2026-ൽ വീണ്ടും ഒരു മത്സരത്തിനെ നേരിടാൻ പോവുകയാണ്. അവിടെ എന്തായാലും ഒരു ആശ്വാസമുണ്ട്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതുപോലെ ഇനിയൊരു BJP സ്ഥാനാർത്ഥിക്ക് പാലക്കാട് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ CPM തന്നെയാകും അടുത്ത തവണയും പാലക്കാട് ഇതേ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രാഷ്ട്രീയ പ്രചരണ തന്ത്രങ്ങളുമായി പാലക്കാട് മണ്ഡലത്തിൽ ഇറങ്ങുക. ഒരു സംശയം വേണ്ട, അടുത്ത തവണയും അവിടെ CPM-ന് ശക്തനായ സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാകും, വിജയിച്ചിരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ പ്രവർത്തന തീരുമാനവും. എന്തായാലും 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം 2026-ൽ നടക്കാനിരിക്കുന്ന 2026 മെയിലടക്കം വരാനിരിക്കുന്ന സംസ്ഥാനത്തെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിശക്തമായി കരുക്കൾ നീക്കി 3ാം വട്ടവും ഇടതുപക്ഷം എന്ന മുദ്രാവാക്യം വീണ്ടും ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഒക്കെ തീരുമാനം.